ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. എനിക്കാണെങ്കിൽ ക്ഷമ തീരെ ഇല്ലാത്തൊരു വ്യക്തിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതാ മുന്തിരിവള്ളി കിടക്കുന്ന മുന്തിരികളെല്ലാം പഴുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറിച്ച് വൈകിട്ട് കേട്ടോ. അന്നത് വിൻ്റർ സീസണൊക്കെ ആയതുകൊണ്ട് നല്ല പുളിയുള്ള മുന്തിരി എന്നൊക്കെ ഞാൻ വിചാരിച്ചെങ്കിലും നന്നായിട്ട് പഴുത്ത് വന്നപ്പോഴാണ് മനസ്സിലായത് ഇതിന് നല്ല മധുരം ഉണ്ടെന്ന്. എന്താണെങ്കിൽ ഇതാ അങ്കിൾ കുറച്ചധികം മുന്തിരി പറിച്ചുകൊണ്ട് തന്നിട്ടുണ്ട് കേട്ടോ രാവിലെ തന്നെ. അത് വെച്ചത് ആദ്യം നല്ല നമ്മുടെ നോർമലായിട്ട് അടിക്കുന്ന ഒരു ജ്യൂസും പിന്നെ ഇതാ പൾപ്പി ഗ്രേപ്പ് ജ്യൂസും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ബാക്കിയുള്ള മുന്തിരി നമുക്ക് ഒരു ഫ്രണ്ടിന് കൊടുക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ നോർമൽ ജ്യൂസിനെക്കാളും അടിപൊളിയാണ് കേട്ടോ ഈ ഒരു പൾപ്പി ഗ്രേപ്പ് ജ്യൂസ്. ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ പറയാം. ആദ്യം തന്നെ നല്ല രീതിയിൽ മുന്തിരി ഒന്ന് വാഷ് ചെയ്തെടുക്കുക. ഇത് പിന്നെ വീട്ടിലുണ്ടായതായതുകൊണ്ട് തന്നെ അധികം മഞ്ഞപ്പൊടിയും ഉപ്പൊന്നും ഇട്ട് അതിനെ കറിയാക്കേണ്ട കാര്യമില്ല കേട്ടോ. നല്ല രീതിയിലൊന്ന് വാഷ് ചെയ്തെടുത്താൽ മതി. പിന്നെ നല്ല രീതിയിലൊന്ന് വാഷ് ചെയ്യണം, കാരണം ഇടയ്ക്കൊക്കെ വവ്വാൽ വന്ന് പോകുന്നതാണ്. എന്താണെങ്കിൽ അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഗ്യാസിലേക്ക് വെച്ച് കറക്റ്റ് 5 മിനിറ്റ് ഇതിനെ ഒന്ന് തിളപ്പിക്കുക. ഇതാ കണ്ടില്ലേ, മുന്തിരി നല്ല രീതിയിൽ തോലൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് തണുത്ത വെള്ളത്തിലേക്ക് ഇതുപോലെ മുന്തിരി എടുത്ത് ഇടുക. ഇനിയാണ് മക്കളെ മെയിൻ ടാസ്ക്. നമ്മുടെ ഈ ഒരു മുന്തിരിയുടെ പൾപ്പ് നമ്മളിതാ ഇതുപോലെ ഒരു ബൗളിലേക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അതുമാത്രമല്ല, ഈ ഒരു മുന്തിരിയുടെ പൾപ്പിൻ്റെ നമ്മൾ ബാക്കി വരുന്ന തൊലി ഉണ്ടല്ലോ, അത് കളയാൻ പാടില്ല. അതിലിനിയും സത്തുണ്ടല്ലോ, അത് നമ്മൾ തിരിച്ച് നമ്മൾ തിളപ്പിച്ചെടുത്ത വെള്ളത്തിലേക്ക് ഇടുക. എങ്ങനെ മാങ്ങമ്പറി ചിലുക്കത്ത് എന്നൊക്കെ പറയാറില്ല ദിലീപ്, അതുപോലെ ഒരു സൈഡിൽ നമ്മളിതാ പൾപ്പ് എടുക്കുന്നു, ബാക്കിയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ തിരിച്ച് വെള്ളത്തിലേക്ക് ഇടുന്നു. അതിനുശേഷം ഈ ഒരു വെള്ളം നല്ല രീതിയിൽ തിളപ്പിച്ച് അതിനെ പകുതിയാക്കിയത് ഇതുപോലെ നമ്മളൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. എന്നാൽ ഈ ഒരു തിക്നെസ് വരികയുള്ളൂ. അതിനുശേഷം ആ ഒരു ജ്യൂസ് നമ്മൾ ഈ ഒരു പൾപ്പിലേക്ക് ഒഴിച്ചാൽ നമ്മുടെ പൾപ്പി ഗ്രേപ്പ് ജ്യൂസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് 2 ഐസും കൂടി ഇട്ട് കുടിച്ചാലുണ്ടല്ലോ എൻ്റെ മക്കളെ, ഒന്നും പറയേണ്ട കാര്യമില്ല, അടിപൊളി ടേസ്റ്റാണ്. ഇത് 5-6 ദിവസം വരെ ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് കുടിക്കാം കേട്ടോ. എന്താണെങ്കിലും എൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റമാണ് കേട്ടോ. പിന്നെ പഞ്ചസാര ഇടുന്നാലും മറന്നു പോയതല്ല, വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ. ഇനി മുന്തിരി നല്ല മധുരമുള്ളതാണെങ്കിൽ പഞ്ചസാരയുടെ ആവശ്യമില്ല. പുളിയുള്ള മുന്തിരി ആണെങ്കിൽ കുറച്ച് പഞ്ചസാരയൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. എന്താണെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അത്രയും ഗൈസ്, എല്ലാവർക്കും ബൈ.